ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഞാൻ ഒരു പ്രോഡക്റ്റ് വെച്ച് ഒരു ഹോൾ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ് വെച്ചാണ് ചെയ്തേക്കുന്നത്. നല്ല അഫോർഡബിൾ ആയിട്ട് കിട്ടുന്ന പ്രോഡക്റ്റാണിത്. ഞാൻ എൻ്റെ ക്യാപ്ഷൻ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം ഏത് പ്രോഡക്റ്റാണ്. ഡാസ്ലറിൻ്റെ ഫുൾ ഓൺ മേക്കപ്പാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഫുൾ ഓൺ അവരുടെ ഒരു ലക്ഷറി ഇതിലുള്ള റേഞ്ചിലുള്ള പ്രോഡക്റ്റാണ് ഞാൻ ഇത് എടുത്തേക്കുന്നത്. ഇത്രയും ഭംഗിയാവും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ വീഡിയോക്ക് എടുത്ത് പോകാം. ഓക്കെ, ഹായ്. നമുക്ക് ഫസ്റ്റ് ഫേസ് പ്രപ്പ് ചെയ്യുന്നത് തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഞാൻ ടോണർ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഫേസ് ഫുൾ നല്ല ടോണർ അപ്ലൈ ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്യാൻ വിടുന്നുണ്ട്. നെക്സ്റ്റ് ഞാനൊന്ന് ലിപ് ബാം ഇടുന്നുണ്ട്. ലിപ്സ് ഇപ്പോൾ വിൻ്റർ സീസൺ ആയതുകൊണ്ട് നല്ല ഡ്രൈ ആവുന്നുണ്ട്. ഞാൻ ലിപ്സ് നല്ലോണം ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡാസ്ലറിൻ്റെ എങ്ങനെ ആയിരിക്കും ഫൗണ്ടേഷൻ ബാക്കിയുള്ള പ്രോഡക്റ്റ്സ് എന്ന് അറിയാൻ വയ്യാത്തത് ഞാനൊരു സിറമും കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മാമാർത്തിൻ്റെ ഒരു സിറമാണിത്. ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഞാൻ പ്രത്യേകമായിട്ട് എന്താണ് ചെയ്യാമെന്നായിരിക്കും. ഓക്കെ, സിറംസിൻ്റെ ഒക്കെ ഞാൻ പ്രത്യേകം ചെയ്യാം. അപ്പോൾ മാമാർത്തിൽ സിറം അപ്ലൈ ചെയ്തിട്ട് ഫുൾ ഫേസ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കാരണം സിറം നല്ലൊന്ന് അബ്സോർബ് ആവാനായിട്ട്. നെക്സ്റ്റ് ഫസ്റ്റ് ഞാൻ ഇവിടെ ഡാസ്ലർ എക്സ്റ്റേണയുടെ ഒരു ഹൈഡ്രേറ്റിംഗ് ക്രീമാണ് എടുത്തേക്കുന്നത്. 100 grams ക്രീമാണ്. ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ ഈ ക്രീം കൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ ഇതിനകത്ത് പ്രോഡക്റ്റ് ഡാസ്ലറിൻ്റെ വെബ്സൈറ്റിൽ തന്നെയാണ് വാങ്ങിച്ചത്. ഇതെനിക്ക് കോമ്പാക്റ്റിനോട് ഫ്രീ ആയിട്ട് കോംബോ ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റ്സാണ് ഇതെല്ലാം. 1-2 പ്രോഡക്റ്റ്സൊക്കെ കോംബോ ആയിട്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്റ്റാണ്. അപ്പോൾ ഫസ്റ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് മോയ്സ്ചറൈസർ നല്ലൊരു കൂളിങ്ങും നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഈ ക്രീം ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചു എങ്ങനെ ആയിരിക്കും, എന്തെങ്കിലും സ്മെല്ലോ അങ്ങനെ ഒന്നുമില്ല. സെൻസിറ്റീവ് സ്കിന്നുകാർക്കും എല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ഹൈഡ്രേറ്റിംഗ് തരുന്നുണ്ട്. നല്ലൊരു മോയ്സ്ചറൈസർ തന്നെ കേട്ടോ. നല്ലൊരു ടബ് സൈസാണ്. അത്യാവശ്യം ഒരാൾക്ക് വീട്ടിലെ അത്യാവശ്യമുള്ളവർക്ക് എല്ലാവർക്കും ഈ ഒരു മോയ്സ്ചറൈസർ പോകുന്നതാണ്. നല്ലൊരു ഹൈഡ്രേഷൻ തരുന്നുണ്ട് ഫേസിന്. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. അപ്പം ഇതിന് ഞാനൊരു ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഞാൻ ഡാസ്ലറിൻ്റെ തന്നെ ഒരു പ്രൈമറാണ്. ഇതൊരു മിനി പ്രൈമറാണ്. എനിക്ക് തോന്നുന്നത് ഫ്രീ ആയിട്ട് കിട്ടിയതാണോ എന്നൊരു സംശയമുണ്ട്. കാര്യം ഈ പ്രൈമർ കിട്ടുമെന്നുള്ള ഉദ്ദേശിച്ച് ഞാൻ ലാർജ് പ്രൈമർ എങ്ങനെ ആയിരിക്കും എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഈ പ്രൈമർ തന്നെ മതി എന്നുള്ളത് എടുത്തതാണ്. അതിനകത്ത് മാറ്റിഫയിങ് ലോങ് സ്റ്റേ പ്രൈമറാണിത്. മാറ്റിഫയിങ് ഓയിലി സ്കിന്നുകാർക്കൊക്കെ ആപ്റ്റായിട്ടുള്ളത്. ഓയിലി സ്കിന്നുകാർക്ക് മാത്രമല്ല, എനിക്ക് തോന്നും ഡ്രൈ സ്കിന്നുകാർക്ക് യൂസ് ചെയ്യുന്നതാണ്. കാരണം അത്രയും നമ്മുടെ ഫേസ് മാറ്റിഫൈ ആക്കുന്നില്ല. ചെറിയൊരു ഗ്ലേസിനെസ് കൂടാണ് ഇത് നിൽക്കുന്നത്. ഈ ഡാസ്ലറിന് ഞാൻ ഈ പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട് എനിക്ക് തോന്നുന്നു ഒരു 6 month അടുപ്പിച്ചായിക്കാണ് ഞാൻ വീഡിയോസ് ചെയ്യാൻ ഒരു മടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാനിത് വിട്ട് പോകാമായിരുന്നു കേട്ടോ. പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നു നേരത്തെ ചെയ്യാമായിരുന്നു. കാരണം ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ അഫോർഡബിളായിട്ട് പ്രോഡക്റ്റൊക്കെ നോക്കുന്നു. എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ളവരാണ്. ഇതിനകത്ത് ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തേക്കാം. ഫേസ് പ്രൈമർ അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ഒത്തിരി സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് നല്ലൊരു പ്രൈമറാണ്. നമ്മൾ ഒരുപാട് മാറ്റിഫൈൻ ആക്കുന്നില്ല, നല്ലൊരു ഗ്ലേസിനെസ് തരുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കൺസീലർ. ഇതിനകത്ത് ഞാൻ കാണാതെ ഞാനൊരു ഫൗണ്ടേഷൻ സ്റ്റിക്ക് എടുത്തായിരുന്നു. ഇതിൻ്റെ ഷെയ്ഡ് സൺസെറ്റ് സാൻഡൽ എന്നായിരുന്നു ഇതിൻ്റെ ഷെയ്ഡ്. ഞാൻ വിചാരിച്ചു എങ്ങനെയായിരിക്കും കൺസീൽ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് സ്വാച്ച് ചെയ്ത് നിങ്ങൾ കണ്ടാണെങ്കിൽ കയ്യിൽ നിന്ന് സ്വാച്ച് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഒരു യെല്ലോയിഷ് കളർ പോലെ. ഞാൻ വിചാരിച്ചെങ്കിൽ നമുക്കൊരു അണ്ടർ ഐസിലും എൻ്റെ ഡാർക്ക് സർക്കിൾ ഹൈപ്പർ കണ്ടീഷനെ കൊണ്ടെടുത്ത് ഒന്ന് സ്മജ് ചെയ്ത് കൊടുക്കാമെന്ന്. നല്ലോണം ഗ്ലൈഡ് ആവുന്നുണ്ട്. ഡ്രൈനെസ്സോ അങ്ങനെ ഒന്നും ആവുന്നില്ല. നല്ലോണം അത് നമ്മുടെ എൻ്റെ സ്കിന്ന് നല്ലോണം ഇതാവുന്ന കണ്ടില്ല. നല്ലൊരു ക്ലിയർ ഫിനിഷ് തരുന്നുണ്ട്. നമ്മൾ ഈ സ്വിസ് ബ്യൂട്ടിയുടെയൊക്കെ കൺസീലർ ഇടുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ക്ലിയർ ആയിട്ടും അങ്ങനെ തിക്കായിട്ടോ ഡ്രൈ ആയിട്ടോ ഒന്നും ഇരിക്കുമല്ല ഈ ഫൗണ്ടേഷൻ സ്റ്റിക്ക്. ഈ ഫൗണ്ടേഷൻ സ്റ്റിക്ക് വെച്ച് തന്നെ നമുക്ക് ഫുൾ ഫേസ് ചെയ്യാവുന്നതാണ്. ഇതിന് എത്ര ഷെയ്ഡുള്ള എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുത്തേക്കാം എത്ര ഷെയ്ഡ് ഉണ്ടെന്നുള്ളതെല്ലാം. നെക്സ്റ്റ് ഇതിനകത്ത് തന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഫൗണ്ടേഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ മാർവലസ് ഫൗണ്ടേഷനാണിത്. ഹെർബൽ എക്സ്ട്രാക്റ്റ് അടങ്ങിയത്. ആൽമണ്ട് ആൻഡ് വീറ്റ് ഗ്രെയിൻ എന്ന് പറഞ്ഞ അടങ്ങിയിട്ടുള്ളതാണ് ഇതിന്. ഞാൻ എടുത്തിരിക്കുന്ന ഷെയ്ഡ് നാച്ചുറൽ MF ആണ്. മീഡിയം ഫെയർ ആയിരിക്കും. എനിക്ക് തോന്നുന്നു MF എന്ന് പറയുന്നത്. ലൈറ്റ് സ്കിൻ ടോണിന് പ്രത്യേകം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് SPF 15 ഉണ്ട്. നല്ലൊരു പമ്പ് ടൈപ്പാണ്. നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ബിൽഡബിൾ കവറേജ് ആണ് കേട്ടോ. നമ്മൾ ബിൽഡ് ചെയ്തെടുക്കണം. ഇച്ചിരി ടാനായിട്ട് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇച്ചിരി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കും. പക്ഷേ എനിക്കിത് ഓക്കെയാണ്. ഓക്കെ പ്രോഡക്റ്റാണ്. നല്ല പാക്കേജിങ്, നല്ല കവറേജ്. എനിക്ക് അത്യാവശ്യം നല്ല കവറേജും നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നസ് കൊടുത്തതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നുണ്ട് ഇത് യൂസ് ചെയ്തിട്ട്. ഇതിനെപ്പറ്റി ആരും ഒന്നും പറയാത്തത് എനിക്കറിയാൻ വയ്യ. പക്ഷേ നല്ലൊരു ഫൗണ്ടേഷൻ ആണ്. ഞാനൊരു 2 പമ്പ് എടുത്തു. നല്ല ക്രീമി വെൽവെറ്റി ടച്ചാണേ പറയാക്കത്തുള്ളൂ. നല്ലൊരു ക്രീം ടച്ച് ഇതിനകത്തുണ്ട്.
ഒട്ടും ഒരു എന്താ പറയുക മെബിലിൻ്റെ കൂട്ട് അങ്ങനെ മെബിലിനൊക്കെ എല്ലാവർക്കും അറിയാവുന്ന പ്രോഡക്റ്റ് ആയിരിക്കും. അതിൻ്റെ കൂട്ട് തിക്നെസ് ഒന്നുമല്ല, നല്ല സ്മൂത്ത് ഫിനിഷ് തരും. നമുക്ക് ഫേസ് ഓൾ സ്മൂത്ത് ഫിനിഷ് തരും. നല്ലൊരു ഫൗണ്ടേഷൻ ആട്ടോ. ഇത് ട്രൈ ചെയ്യാൻ താല്പര്യം ആഗ്രഹിക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ കോമ്പാക്റ്റ് ആണ് എടുത്തേക്കുന്നത്. ലൈറ്റ് സ്കിൻ ടോൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ കോമ്പാക്റ്റ് ആണ്. നാച്ചുറൽ SC എന്ന് പറയുന്ന പ്രോഡക്റ്റാണ്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു ബ്രാൻഡ്, ഈ ഒരു വെൽവെറ്റി ടച്ച് ലക്ഷറി പോലെ തോന്നിക്കുന്ന ഈ ഒരു സെക്ഷനിലുള്ള പ്രോഡക്റ്റിനൊക്കെ പ്രൈസ് ഉണ്ടെങ്കിലും പ്രൈസിന് വർത്താണ്. ഡാസിലറിൻ്റെ ഈ ഒരു പ്രോഡക്റ്റ് വർത്താണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാര്യം നല്ലൊരു എനിക്ക് ഈ കോമ്പാക്റ്റ് ലൈറ്റർ ആയിരിക്കുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ലൈറ്റർ ഒന്നുമല്ല, എൻ്റെ സെയിം സ്കിൻ ടോൺ. എൻ്റെ ഫേസിന് നല്ല ആപ്റ്റായിട്ട് കേക്കി ആയിട്ട് ഒന്നുമില്ല. നല്ലൊരു സ്മൂത്ത് ഫിനിഷാണ്. എനിക്ക് സ്മൂത്ത് ബേസ് ആൻഡ് സ്മൂത്ത് ഫിനിഷാണ്. എനിക്ക് തന്നെ അപ്ലൈ ചെയ്തിട്ട് ഷോക്കായ റിയാക്ഷനാണ്. നിങ്ങൾ എൻ്റെ വീഡിയോയിൽ കൂടെ എൻ്റെ ആ റിയാക്ഷൻ നിങ്ങൾ കാണാൻ പറ്റും. കാരണം ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല. മിക്കവാറും ഇത് എങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഈ പ്രോഡക്റ്റൊക്കെ വാങ്ങിച്ചവരോ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവരോ സംശയമുള്ളവർ ഇങ്ങനെ നിൽക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ മെബിലിൻ, പോൺസ് ഇങ്ങനെയൊക്കെ കേൾക്കുന്നവരെ കാണത്തുള്ളൂ. ഈ ഡാസിലറിൻ്റെ ഫൗണ്ടേഷനോ ഈ കോമ്പാക്റ്റ് ഒന്നും പറഞ്ഞാരും കേട്ട് കാണത്തില്ല. പക്ഷേ ഞാനിതിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. 5-ന് 4.5 റേറ്റിംഗ് ഞാൻ കൊടുക്കും. ഞാൻ യൂസ് ചെയ്ത അത്യാവശ്യം എല്ലാ പ്രോഡക്റ്റ്സും ഡാസിലറിൻ്റെ ഇത്രയും നല്ല പ്രോഡക്റ്റാണ് ഞാൻ അറിഞ്ഞില്ല. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്. ഫേസ് ഫുള്ള് ഞാൻ കോമ്പാക്റ്റും കോമ്പാക്റ്റ് ഇട്ട് സെറ്റായപ്പോൾ എൻ്റെ ഫേസ് കണ്ടില്ല നല്ല ക്ലിയർ ആൻഡ് സ്മൂത്ത് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഇതൊരു ഐഷാഡോ പാലറ്റാണ്. ഇതും ഡാസിലറിൻ്റെ തന്നെ ഐഷാഡോ പാലറ്റാണ്. നല്ല അടിപൊളി ഐഷാഡോ പാലറ്റാണ്. ഇതൊക്കെ ഞാൻ ഒരുമിച്ച് വാങ്ങിച്ചുകൊണ്ട് അത്യാവശ്യം വിലക്കുറവിൽ തന്നെയാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ലൊരു സെയിലിന് തന്നെ ഇത് വാങ്ങിച്ചത്. നല്ലൊരു ഐഷാഡോ പാലറ്റാണിത്. 8 കളേഴ്സ് ഉണ്ട്. അതിൽ 1 മാറ്റ് ഷെയ്ഡും ബാക്കിയൊക്കെ ഷിമ്മർ ഷെയ്ഡൊന്നും പറയാൻ ഒക്കത്തില്ല, എന്നാൽ മാറ്റ് ഷെയ്ഡൊന്നും പറയാൻ ഒക്കത്തില്ല. അത്യാവശ്യം നല്ലോണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു എന്താ പറയുക ഷെയ്ഡ് തന്നെയാണ്. നല്ല പൗഡറി ആയിട്ട് നല്ല സ്മജ്ജാവുന്ന നല്ല അടിപൊളി. എൻ്റെ ഐലിഡ്സിലൊക്കെ നല്ലോണം നമുക്ക് കളർ പോപ്പപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഐഷാഡോ പാലറ്റ് തന്നെയാണിത്. ഇതും നമുക്ക് മസ്റ്റ് ഡാസിലറിൻ്റെ പ്രോഡക്റ്റൊക്കെ വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ ഇത് ഒരു കാര്യം പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇത് കോമ്പാക്റ്റാണ്. ഇതും എത്ര ഷെയ്ഡ് ഉള്ളതെന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഞാൻ എടുത്തേക്കുന്നത് ദീപ എന്ന് പറയുന്ന EES2 ദീപ എന്ന് പറയുന്ന ഷെയ്ഡാണ് എടുത്തേക്കുന്നത്. ഇതിന് എത്ര ഷെയ്ഡ് ഉണ്ടെന്ന് ഞാൻ പറയാം. ഇത് നല്ല കോമ്പാക്റ്റ് ആക്കും. നമ്മൾ ട്രാവലൊക്കെ ചെയ്യാനൊക്കെ ആണെങ്കിലും നല്ല കോമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ കൈക്ക് യൂസ് ചെയ്യാൻ നല്ല അടിപൊളി മിററുമാണ്. മിറർ നല്ല ക്വാളിറ്റിയാണ്. ബ്രഷ് ഒഴിച്ച് ആ ബ്രഷ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ബ്രഷ് ഒഴിച്ച് ഞാൻ ഫിംഗേഴ്സ് കൊണ്ടാണ് ബാക്കിയുള്ള കളേഴ്സ് എല്ലാം മിക്സ് മാച്ച് ചെയ്ത് ഷെയ്ഡ് ചെയ്തത്. കാര്യം ആ ബ്രഷ് അത്ര പോരാ. ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ ഏകദേശം ഒരു സിമിലർ കളറിലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ഗ്ലിറ്ററി ഷെയ്ഡ് എടുത്ത് ഞാനൊന്ന് എൻ്റെ ഒരു ഐലറ്റ്സിന് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് കണ്ണും നല്ലൊരു ഗ്ലേസ് തരാനായിട്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഈ പ്രോഡക്റ്റ് ഓരോ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ഞാൻ പ്രതീക്ഷനെക്കാട്ടിയുള്ള റിയാക്ഷൻ ഞാൻ വിചാരിച്ചു അത്ര വേർത്തല്ലായിരിക്കും. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ എൻ്റെ റിയാക്ഷൻ മാറുന്നത്. നെക്സ്റ്റ് ഇതൊരു ഐബ്രോ പെൻസിലാണ്. സ്വിസ് ബ്യൂട്ടിയുടെ ഒക്കെ കൂട്ടുള്ള ഐബ്രോ പെൻസിലാണ്. ഇതിൻ്റെ പ്രൈസ് എന്താണെന്ന് എനിക്കറിയത്തില്ല. ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഞാൻ എടുത്തത്. ഇതും നല്ല ക്രീമി ആയിട്ടുള്ളൊരു പെൻസിൽ തന്നെയാണ് കേട്ടോ. കാര്യം നല്ലോണം ഞാൻ ഐബ്രോസും ഷേപ്പ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഈ ഐലൈനർ കൊണ്ട് ഐബ്രോ കൊണ്ട് പെൻസിൽ കൊണ്ട് ഞാൻ ഒന്ന് വരച്ചിട്ട് അതിൻ്റെ ബാക്കിലുള്ള സ്പൂളി കൊണ്ട് തന്നെ ഞാൻ നല്ല ബ്രഷ് ചെയ്ത് കൊടുത്ത് സ്മൂത്ത് ഫിനിഷ് എന്നേ പറയാനായിട്ട്. സ്മൂത്ത് എന്ന് പറഞ്ഞാൽ പോലെ സ്മൂത്ത് ഫിനിഷ് എനിക്കത് ഇഷ്ടപ്പെട്ടു. നല്ലൊരു പെൻസിലാണ്. ഇതും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് തന്നെ അതിൻ്റെ ക്യാപ്പിൽ തന്നെ ഷാർപ്പനറും ഉണ്ട്. സെപ്പറേറ്റ് ഷാർപ്പനറും അങ്ങനെ യൂസ് ചെയ്യാം. അടുത്തതായിട്ട് ഞാനിവിടെ 3 കാജൽ വാങ്ങിച്ചിട്ടുണ്ട്. 2 കളർഡ് കാജലും 1 ബ്ലാക്ക് കാജലും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാജൽ യൂസ് ചെയ്ത് നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് നോക്കി, നല്ല ക്രീമി ആയിട്ട് നമ്മുടെ ഐലിഡ്സ് ആ വാട്ടർ ലൈനിലൊക്കെ കണ്ടില്ലേ സ്മൂത്തായിട്ടാണ് പോകുന്നത്. ഞാൻ പ്രതീക്ഷിച്ചാൽ ഇത്രയും സ്മൂത്തായിട്ട് സ്മൂത്തായിട്ട് പോയി നല്ലൊരു ഗ്ലൈനസ് ഉണ്ട്. നമുക്ക് സ്മജ് ചെയ്യാനൊക്കെ അടിപൊളിയാണ്. പക്ഷേ സ്മജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമാണ്. കാരണം ഞാൻ ഇച്ചിരി അപ്ലൈ ചെയ്തിട്ട് അന്നേരം തന്നെ ഒന്ന് മായ്ച്ച് നോക്കിയപ്പോൾ തന്നെ അത് പോകുന്നുണ്ട്, ട്രാൻസ്ഫറും ആവുന്നുണ്ട്. കാജൽ ഓക്കെയാണ്, നമുക്ക് ഓക്കെ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അങ്ങനെ ഇറിറ്റേഷനോ ഒന്നും നമ്മുടെ കണ്ണ് തരുന്നില്ല. ഇതൊരു ഐലൈനറാണ്. ഡാസിലറിൻ്റെ ഐലൈനർ. ഡാസിലറിൻ്റെ ഈ മറ്റേ ചെറിയ ഈ നെയിൽ പോളിഷിൻ്റെ കൂട്ടുള്ള മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർ കോളേജ് ടൈമിലൊക്കെ ഒത്തിരി യൂസ് ചെയ്തതായിരിക്കും. ഞാനത് 3-4 ബോട്ടിൽ യൂസ് ചെയ്ത് തന്നെയാണ്. ഞാൻ കോളേജ് ടൈമിലൊക്കെ സ്കൂൾ ടൈമിലൊക്കെ ഞാനത് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ് എനിക്ക് ഈ ഒരു ഐലൈനറും
എനിക്ക് തോന്നിയത്. കാര്യം നല്ലൊരു ബോണ്ടാണ്, നല്ല പ്രിസൈസ് ബോണ്ടാണ്. പ്രിസൈസായിട്ട് നമുക്ക് ആ ഒരു വിങ് വരികയും ചെയ്യും. വിങ് വരയ്ക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ് ഇത്. 001 ബ്ലാക്ക് എന്നാണ് ഇതിൻ്റെയൊക്കെ വേറെ കളർ ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സ് സ്ക്രീനിൽ ഞാൻ പറഞ്ഞേക്കാം. ഇത് 001 ബ്ലാക്ക് ആണ്. നമ്മൾ ഐലൈനർ കൂടുതൽ ബ്ലാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത്യാവശ്യം കളേഴ്സ് കൊണ്ട് ലൈൻ ചെയ്യുന്നവർക്ക് ഇഷ്ടമുള്ളവർ അതിൻ്റെ ഞാൻ എന്തായാലും ഇട്ടേക്കാം. അടിപൊളി ബോണ്ട് അടിപൊളിയാണ്, അത് പറയാതിരിക്കാൻ വയ്യ. ബോണ്ട് അടിപൊളിയാണ്. ഇതാണ് ഞാൻ ഐലൈനർ ചെയ്ത ലുക്ക്. എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത്രയും പ്രതീക്ഷിക്കാതുണ്ടെന്ന് എൻ്റെ മുഖത്ത് ഇത്രയും റിയാക്ഷനും. പിന്നെ സ്മച്ച് പ്രൂഫ് ഐലൈനറും കാജലാണ് എഴുതിയത്. സ്മച്ച് പ്രൂഫാണ് ഞാൻ മായ്ച്ച് കാണിക്കാം. അത്ര സ്മച്ച് പ്രൂഫുള്ള ഓക്കെയാണ് പ്രോഡക്റ്റ്, ഓക്കെയാണ്. കാരണം ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടി ഒരു പടി മേളിലാണ് ഞാൻ ഡാസ്ലറുടെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത എല്ലാ പ്രോഡക്റ്റും എനിക്ക് കൊടുത്തത്. അതുകൊണ്ട് എനിക്കിത് ഓക്കെ പ്രോഡക്റ്റാണ്. ഓക്കെ പ്രോഡക്റ്റ് 5 ഇന്ന് ഞാനിപ്പോൾ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഞാനൊരു 4.5 കൊടുക്കും. കാരണം അടിപൊളിയാണ്, എനിക്ക് പറയാതിരിക്കാൻ വയ്യ. ഇതിൽ പിന്നെ ഒരു കളറിൽ കാജൽ ഞാൻ വാങ്ങിച്ചായിരുന്നു. ഒന്ന് ബ്ലൂവും ഒന്ന് ഗ്രീനും ആണ് വാങ്ങിച്ചത്. അത് എനിക്ക് ഇതിനകത്ത് ആവശ്യം വരത്തില്ല. ഞാൻ ഇതിൻ്റെ വേണമെങ്കിൽ പ്രത്യേകമായിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഞാൻ കമൻറ്റ് ചെയ്താൽ മതി. ഇതിൻ്റെ മാത്രമായിട്ടുള്ളത് ഞാൻ എന്തായാലും ചെയ്യാം. ഇത് സ്മോൾ കാജലാണ്, രണ്ടും കളർഡ് കാജൽ, രണ്ട് സ്മോളാണ്. നെക്സ്റ്റ് മസ്കാരയാണ്. മസ്കാരയ്ക്ക് പ്രത്യേക ഷെയ്ഡൊന്നുമില്ല. നല്ല ഒരു നോർമൽ ബോണ്ടുള്ള നല്ല ഷെയ്ഡ്. പക്ഷേ അത്ര ഓയിൽമൈസിങ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഒരു ഓക്കെ ഇതിലേ നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. മസ്കാര ഞാൻ പ്രതീക്ഷിക്കുന്നു. ബട്ട് ഓക്കെ, മസ്കാര അതിൻ്റെ ഡ്യൂട്ടി അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. വോണ്ട് എന്നാൽ ലാർജ് ആണെന്ന് ചോദിച്ചാൽ നമുക്ക് പ്രിസൈസായിട്ട് നമ്മുടെ അണ്ടർ ഐ ലാഷസ് ഒക്കെ നല്ല അത്യാവശ്യം നല്ലൊരു ഗ്ലൈഡ് കൊടുക്കാം. കണ്ണൊക്കെ നല്ല വിരിഞ്ഞതിൻ്റെ കൂടി തോന്നും. ഒരുപാടങ്ങ് സ്മജ്ജാവത്തോ ഒരുപാടങ്ങ് സ്റ്റക്കായിരിക്കുമോ വെയിറ്റ് ഒന്നും തോന്നത്തില്ല. നല്ലൊരു ഫിനിഷാണ് മസ്കാരയും കൊടുക്കുന്നത്. ഓക്കെ ആയിട്ടുള്ള പ്രോഡക്റ്റ്. നെക്സ്റ്റ് മെയിനായിട്ടുള്ള പ്രോഡക്റ്റ്, ഞാൻ ഈ 3 ലിപ്സ്റ്റിക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ബ്രാൻഡിൽ നിന്ന് തന്നെ. 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇപ്പോൾ ഡാസ്ലറിൻ്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് അത്യാവശ്യം ഒരു റേഞ്ച് ഒരു ഹൈപ്പിൽ പോകുന്നുണ്ട്. ആ സമയത്ത് ഞാൻ അത് വാങ്ങിച്ചില്ല. ഞാൻ ഇതിനകത്ത് വെബ്സൈറ്റിൽ തന്നെ ഇരുന്ന ഒരു പ്രോഡക്റ്റാണ് വാങ്ങിച്ചത്. ഫസ്റ്റ് ഞാനൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് സ്വാച്ച് ചെയ്ത് കാണിച്ചത്. ഇത് ഫസ്റ്റ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം കേട്ടോ, ഏത് ഷെയ്ഡാണുള്ളത്. ഒരു ഇത് ഹിപ്പിൻ്റെ ഷെയ്ഡ് ഞാൻ എന്തായാലും കാണിച്ചേക്കാം ഏത് ഷെയ്ഡാണുള്ളത്. നല്ലൊരു ഷെയ്ഡാണ്, പർപ്പിൾ പ്ലം എന്ന്. ഇതൊരു ഷൈനുള്ള ഒരു ഷൈൻ ആൻഡ് ഗ്ലോസി ആയിട്ടുള്ളതാണ്. നെക്സ്റ്റ് ഞാൻ ഈ കാണിക്കുന്നത് ഹിപ്പി എന്ന് പറയുന്ന ഒരു റേഞ്ചാണ്. ഹിപ്പി എന്ന് പറയുന്ന റേഞ്ചാണ് M1018. അതൊരു മാറ്റ് ഫിനിഷ് ആയിരുന്ന ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ആദ്യം ഞാൻ കാണിച്ചത് ഒരു ഷൈനി തരുന്ന ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും, രണ്ടാമത് ഞാൻ ഹിപ്പി എന്ന് പറയുന്ന ഇതിൻ്റെയൊക്കെ ഷെയ്ഡിൻ്റെ പേര് ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മാറ്റാണ് ഇതിൻ്റെ എന്താ പറയുന്നത്, ആ ലുക്ക് തന്നെ നോക്കും. നല്ലൊരു ഹൈ ക്ലാസ്, ഒരു ലക്ഷറി കാണുമ്പോൾ നമുക്ക് ഒന്ന് എടുത്ത് നോക്കാൻ തോന്നും. അടിപൊളി പ്രോഡക്റ്റ്, ഇത് നമുക്ക് യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഇത് ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതിൻ്റെ ഷെയ്ഡ് എനിക്ക് വന്നപ്പോഴേ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ സ്ക്രീനിൽ കണ്ടതല്ലായിരുന്നു വന്നത്. ഒരു എന്താ പറയുക, പഞ്ഞിമിഠായി ഉണ്ടല്ലോ, പഞ്ഞിമിഠായിൻ്റെ ആ കളറാണ്. എൻ്റെ ലിപ്സിൽ എങ്ങനെ ആയിരിക്കും ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരികയാണ്. അതാണ് ഞാൻ ചിരിക്കുന്നത്, കാരണം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഞാൻ ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആദ്യം സ്വൈപ്പ് ചെയ്ത് എൻ്റെ ലിപ്സിൽ നിന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ലിപ്സ്റ്റിക്ക്. നല്ലൊരു ഷൈൻ തന്നെ, നല്ല ഫേസ്, നല്ലൊരു ബ്രൈറ്റ്നെസ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് ട്രാൻസ്ഫർ ആവും, അഫ്കോഴ്സ് ഇത് ട്രാൻസ്ഫർ ആവും. ഇതിൻ്റെ ഷൈനൊക്കെ കുറച്ച് പോകും. പക്ഷേ ഇതിൻ്റെ ഷെയ്ഡ് കളർ ഇതായതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ലിപ്സിലിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ്. ഇട്ടപ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ബ്രൈറ്റ്നെസ് ഉണ്ടെന്ന്. എൻ്റെ ഫുൾ ഫേസ് നല്ലൊരു ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും നല്ലൊരു ഫിനിഷ് കിട്ടും ഞാൻ സത്യം പ്രതീക്ഷയില്ല കേട്ടോ. ഈ ഡാസ്ലർ ഇത്രയും പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ഞാൻ പ്രതീക്ഷിച്ചില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആ ഒരു സന്തോഷം എൻ്റെ ഫേസിൽ ഒന്ന് കാണുന്നത്. നെക്സ്റ്റ് രണ്ടാമത് ഉള്ള ലിപ്സ്റ്റിക് ഞാൻ കാണിച്ചു തരാം. അതാണ് രണ്ടാമത്തേത് സ്വാച്ചസ്. ഇത് നമുക്ക് മൂവി പിങ്കാണിത്. എല്ലാ സ്കിൻ ടോണും അത്യാവശ്യം ഇച്ചിരി ഡാർക്കിലോട്ട് പോകുമ്പം അത്യാവശ്യം വാഷ് ഔട്ട് ചെയ്ത് കളയും. പക്ഷെ അല്ലെങ്കിൽ ഫെയർ അത്യാവശ്യം മീഡിയം സ്കിൻ ടോണൊക്കെ ഇത് നല്ലൊരു ന്യൂഡ് പിങ്കായിട്ട്, മൂവി പിങ്കായിട്ട് തന്നെ ആയിരിക്കും. ഇതും ട്രാൻസ്ഫർ പ്രൂഫ് അല്ല, ട്രാൻസ്ഫർ ആകും, അത്യാവശ്യം ട്രാൻസ്ഫർ ആകും, എന്നാൽ ഒരുപാട് ട്രാൻസ്ഫർ ആവത്തുമില്ല. നമുക്ക് ഇതിൻ്റെ പ്രത്യേകം ഞാൻ സ്വാച്ചസിനൊക്കെ ഞാൻ പ്രത്യേകം വേറെ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാട്ടെ. ഇതിൻ്റെ 3നും ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നുണ്ട്. എൻ്റെ ലിപ്സിൽ ലിപ്സ്റ്റിക് ഇട്ടാൽ ഡ്രൈ ആവാൻ കുറച്ച് സമയം എടുക്കും, പക്ഷേ ഇത് ട്രാൻസ്ഫർ ആവുന്നത്. ഇത് കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട്, എന്നിട്ടും അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നുണ്ട്. പക്ഷേ ലിപ്സ്റ്റിക്ക് പോകുന്നില്ല, ഉള്ളിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളിൽ നിന്ന് ഇപ്പോൾ അത്യാവശ്യം ചാൻസ് ഉണ്ട്, പക്ഷെ ഓക്കെയാണ്. ഇപ്പം
ലിക്വിഡ് ലിപ്സ്റ്റിക് എടുക്കുമ്പോഴാണ് അല്ല അടിപൊളി ഇത് വരാൻ പോകുന്നത്. കാര്യം എനിക്ക് സത്യമായിട്ട് ഒരു തരത്തിൽ ഇത് ഇഷ്ടപ്പെട്ടില്ല. എന്ത് ചെയ്യണമെന്നും അറിയാൻ വയ്യ. ഞാൻ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ചിരി വരികയാണ്. കാര്യം എനിക്ക് പറ്റുന്നില്ല എന്തോ ചെയ്യണമെന്ന്. കാരണം അങ്ങനെ ഒരു കളറായിപ്പോയത്. എന്താ ചെയ്യണ്ടേന്ന് നോ ഐഡിയ എന്ന് വെച്ചാൽ നോ ഐഡിയ. ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്ലൈ ചെയ്തപ്പോൾ എനിക്ക് ചിരി വരുന്നു. ഒരു ബബിൾ ഗമ്മിൻ്റെ സ്മെൽ, നമ്മൾ പഴയ ബൂമറൊക്കെ കഴിച്ചിട്ടുള്ളവർക്കറിയാം ആ ഒരു സ്മെല്ലാണ് ഇതിന്. എനിക്ക് ഒട്ടുമേ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ലിപ്സ്റ്റിക് ഒന്ന് എടുത്താൽ മതി എന്നായിരുന്നു. കാരണം ആ ഷെയ്ഡും എനിക്ക് ഇട്ടപ്പോൾ ഒരു എന്തോ പോലെ തോന്നി. എന്തോ അസുഖം പിടിച്ച് അനീമിയൊക്കെ പിടിച്ച് പിള്ളേരുടെ റോട്ടിൽ എന്തോ പോലെ. അതിൻ്റെ സ്മെല്ലും എനിക്ക് അത്ര ഇഷ്ടപ്പെടുന്നില്ലായിരുന്നു. എന്തോ ഒരു ലുക്ക് പോലെ. അതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക് എന്തായാലും ഞാൻ പറ്റും ഇത് ഞാൻ റെക്കമെൻഡ് ചെയ്തില്ല കേട്ടോ. എനിക്കിത് ഞാൻ ഒരു ഫ്ലോപ്പായിട്ടേ ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ സ്ക്രീനിൽ കാണിച്ചേക്കാം ഏത് ഷെയ്ഡാണെന്നുള്ളത്. സ്ക്രീനിൽ കാണിച്ചിട്ട് ഇത് വാങ്ങിക്കേണ്ട കേട്ടോ ആരും. അല്ല എല്ലാവർക്കും ഇത് മിക്കവാറും ഇഷ്ടപ്പെടത്തില്ല. ചിലർക്ക് ഇഷ്ടപ്പെടും. പക്ഷേ എനിക്ക് തോന്നുന്നു റെഡ് ലിപ് ലൈനറൊക്കെ ഇട്ടിട്ട് അപ്ലൈ ചെയ്താൽ ഓക്കെ ആയിരിക്കും. ആ ലിപ്സ്റ്റിക് ഞാൻ വാങ്ങിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് ആ ഹിപ്പി എന്ന് പറയുന്നത് ആ മാറ്റ് ലിപ്സ്റ്റിക് തന്നെ ഇട്ടത്. ഇത് ഒക്കെ ഓക്കെയാണ്. ഇതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ടിഷ്യൂ ടെസ്റ്റ് കാണിച്ചു കേട്ടോ. മേക്കപ്പ് ഒന്നും ട്രാൻസ്ഫർ ആവുന്നതല്ല. എല്ലാം ഞാൻ അത്യാവശ്യം ഇട്ടിട്ടുണ്ട്. ബ്ലഷ്, ഹൈലൈറ്റ് ഇതൊന്നും ഇതിൻ്റെ ഈ കൂട്ടത്തിൽ ഇല്ല. ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഇതിനകത്ത് ഉണ്ടോയെന്ന് എനിക്കറിയാൻ വയ്യ. പക്ഷെ ഞാൻ വാങ്ങിച്ചതും ഇല്ല. തോന്നുന്നു കോമ്പായിട്ട് ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഞാൻ വാങ്ങിച്ചിട്ടുമില്ല. പക്ഷേ അത് വെച്ച് നോക്കുമ്പോൾ ബാക്കി ഒന്ന് സെറ്റിംഗ് സ്പ്രേ, ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടില്ല കേട്ടോ. സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടില്ല. മേക്കപ്പ് ഫുൾ ചെയ്തിട്ട് സെറ്റിംഗ് സ്പ്രേ ഒന്നുണ്ട്. പക്ഷേ ട്രാൻസ്ഫർ ആവുന്നില്ല. അത് ഞാൻ കാണിക്കാം. ഒരു ഇച്ചിരി പോലും ആ ടിഷ്യൂവിൽ ട്രാൻസ്ഫർ ആവുന്നതേ ഇല്ല. ഇതൊരു ഓക്കെ ആണ്. ലിപ്സ്റ്റിക് മാത്രം ട്രാൻസ്ഫർ ആവും. കാരണം ഞാൻ കാണിച്ചതാണ് ലിപ്സ്റ്റിക് അത്യാവശ്യം ട്രാൻസ്ഫർ ആവുന്നുണ്ട്. അത് ഒഴിച്ചാൽ ഞാൻ ബാക്കി എല്ലാത്തിനും ഞാൻ ഓക്കെ ആണ് പറയുന്നത്. ആരെങ്കിലും ബിഗിനേഴ്സ് ഉണ്ട് ഡാസിലറിൻ്റെ പ്രോഡക്റ്റ് വാങ്ങിക്കണം എന്നുള്ളവർ വാങ്ങിക്കുക കേട്ടോ. ആ ലിക്വിഡ് ലിപ്സ്റ്റിക് ഒഴിച്ച് ബാക്കി എല്ലാ പ്രോഡക്റ്റും ഞാൻ ഓക്കെ പറയുന്നുണ്ട്. വാങ്ങിക്കാവുന്നതാണ്. ഇതുപോലത്തെ വൺ ബ്രാൻഡ് ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചിട്ട് കൂട്ടല്ല. ഷെയ്ഡ് നോക്കി വാങ്ങിക്കുക. ഷെയ്ഡ് വാങ്ങിക്കുന്നവർ നോക്കി വാങ്ങിക്കുക. എത്ര ഷെയ്ഡ് ഉണ്ടെന്നുള്ളതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സിവിലിനോ കൊടുത്തത്. ഇത് മാത്രം ഞാൻ നോ എന്നേ പറയത്തുള്ളൂ. ഇതേപോലെ വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡ് വൺ ബ്രാൻഡ് മേക്കപ്പ് ലുക്ക് വേണം, എന്തെങ്കിലും കറക്റ്റ് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഞാനത് ആ വീഡിയോ അത് പ്രോഡക്റ്റ്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് ബ്ലഷ് ഹൈലൈറ്റർ ഒന്നുമില്ല. ഇങ്ങനത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ നമുക്ക് കാണാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്നവരെ കാണാം. ആൻഡ് ബൈ. ലൈക്ക് ചെയ്യുക കേട്ടോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ.